എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ആനുകാലിക സംഭവങ്ങൾ, സോഷ്യൽ ഇഷ്യൂസ് എന്നുള്ള രീതിയിൽ ആളുകൾ കാറ്റഗറൈസ് ചെയ്ത് ചർച്ച ചെയ്യുന്ന ചില കാര്യങ്ങൾ, കോൺട്രവേഴ്സീസ്, അതിലൊക്കെ അഭിപ്രായങ്ങൾ സ്ഥിരമായിട്ട് പറയുകയും അത് ചിട്ടയോടെ പ്രസൻറ്റ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പരിപാടി കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ ഞാനിങ്ങനെ നിർബാധം ചെയ്തു പോന്നുകൊണ്ടിരുന്നു. ഇടയ്ക്കൊരു വിരസത അനുഭവപ്പെട്ടു. ആ ഒരു വിരസതയുടെ ഭാഗമായിട്ടാണ് ഒരു ബ്രേക്ക് എടുത്തത്. ആ ഒരു ഒളിച്ചുകളി എൻ്റെ പ്രേക്ഷകർക്ക് ഫീൽ ചെയ്തത് അങ്ങനെയാണ്. ജെന്യുവനായിട്ട് ഏതെങ്കിലും ഒരു കാര്യങ്ങളിൽ എൻ്റെ നിലപാട് അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയാനായിട്ട് തോന്നുന്ന ആ ഒരു മൊമെൻറ്റിൽ ഈ ഒരു പരിപാടി റീസ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് അതിന് പറ്റിയ ഒരു ദിനമാണ്. അതിജീവിതയ്ക്ക് ഒപ്പം, ഇരയ്ക്കൊപ്പം, ഇപ്പോഴും അവൾക്കൊപ്പം എന്നൊക്കെ പറയുന്ന ആ ഒരു ക്യാമ്പയിനുകൾ, ആ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ കാണുന്ന സമയത്ത് ഈർഷ്യ തോന്നുന്ന ഒരു കൂട്ടം പുരുഷ കേസരികളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളെ കാണുന്നത് കൊണ്ടാണ് ഇപ്പോഴും ഈ ഒരു വീഡിയോയിൽ നിലപാട് പറയാനായിട്ട് വന്നിരിക്കുന്നത്. ഒരു സാധാരണക്കാരൻ്റെ നിലപാട് അവൾക്കൊപ്പം എന്നുള്ളത് തന്നെയാണ്. ഒരാൾ കുറ്റവിമുക്തനായി എന്നുള്ള രീതിയിലുള്ള ക്യാമ്പയിനുകളൊക്കെ പുറത്ത് വലിയ രീതിയിൽ കൊണ്ടാടുന്നുണ്ട്. കേക്ക് മുറിക്കുന്നുണ്ട്, അയാളെ ആഘോഷിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അതേപോലെ തന്നെ ചില രാഹുൽസിൻ്റെയൊക്കെ ഈശ്വരനാണ് കുറ്റവിമുക്തനായിരിക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ആഘോഷ പ്രകടനങ്ങളും അവരുടെയൊക്കെ ഒലിപ്പിക്കലുകളും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പെട്രിയാർക്കൽ ഗെയ്സ് എന്ന് പറയുന്ന ഒരു പുതിയ പദപ്രയോഗം നടത്താനായിട്ട് ഞാൻ ഉദ്ദേശിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചില ആളുകളുടെ പരിപാടികളൊക്കെ കാണുന്ന സമയത്ത്, അവരുടെ ആ ഒരു പരിപാടികളുടെ പാറ്റേൺ വീക്ഷിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയതാണ് ഈ പേട്രിയാർക്കൽ ഗെയ്സ് എന്നുള്ളൊരു വിശേഷണം. എന്താണ് പേട്രിയാർക്കി? പുരുഷാധിപത്യം. ഗേ എന്ന് നമ്മൾ ആരെയാണ് വിളിക്കുന്നത്? സ്വവർഗരതിക്കാരിലെ പുരുഷന്മാർ തമ്മിലുള്ള ആ ഒരു പ്രണയം പങ്കിടുന്നവരെയാണ് നമ്മൾ ഈ ഗെയ്സ് എന്ന് വിളിക്കുന്നത്. ഈ പുരുഷാധിപത്യ സമൂഹം എത്രത്തോളം ആധിപത്യത്തോടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് എന്ന് തെളിയിക്കുന്ന ചില സംഭവങ്ങളായിട്ട് നമുക്കതിനെ നോക്കിക്കാണാം. ചില പുരുഷന്മാർക്ക് സമൂഹത്തിലെ മേലാളന്മാരാണ് അല്ലെങ്കിൽ ഭയങ്കരന്മാരാണ് എന്ന് തോന്നുന്ന പുരുഷന്മാരോട് അഗാധമായിട്ടുള്ള പ്രണയം ഉണ്ടാവും. ആ ഒരു പ്രണയം ഒലിപ്പിക്കലുകളായിട്ട് പലപ്പോഴും അഭിപ്രായ പ്രകടനങ്ങളായിട്ട് പുറത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് സവാദിനെ പോലുള്ള ആളുകൾ ജയിലിൽ നിന്നിറങ്ങുന്ന സമയത്ത് പ്രണയം മൂത്ത ഒരു കൂട്ടം പുരുഷന്മാർ അദ്ദേഹത്തെ മാലയണിയിച്ച് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ബോച്ചയെ പോലെയുള്ള ചില ആഭാസന്മാരുടെ ചില പ്രവൃത്തികൾക്ക് കയ്യടിയോടെ ചില ആളുകൾ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ക്രൂരമായിട്ടുള്ള ആക്രമണം, ഒരു ക്രൂരമായിട്ടുള്ള അതിക്രമം ഒരു സ്ത്രീക്കെതിരെ നടന്ന ഒരു കേസിൻ്റെ വിചാരണ സമയത്ത് ഒരാൾ, ഒരു അധിപൻ, മിടുക്കൻ, ഹീറോ കുറ്റവിമുക്തനാവുന്ന സമയത്ത് ആ ഒരു കേസിൽ ന്യായം, നീതി ലഭിച്ചില്ല എന്നുള്ള ഒരു കാര്യത്തെ മാറ്റി നിർത്തിയിട്ട് ആഘോഷങ്ങൾക്ക് ചില ആളുകൾക്ക് പോകുന്നത് ഈ പുരുഷ പ്രണയം കൊണ്ടാണ്. അതിനെയാണ് നമ്മൾ ഈ പെട്രിയാർക്കൽ ഗെയ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഗേകളായിട്ടുള്ള ഒത്തിരിയധികം ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസം ഒരു രാഹുൽ മറ്റൊരു രാഹുലിന് വേണ്ടി ജയിലിൽ പോകുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ രാഹുലിന് വേണ്ടി ജയിലിൽ പോകാനായിട്ട് ഒരു രാഹുൽ ഉണ്ടാവുന്നത് പോലും ഈ ഒരു സമൂഹത്തിൻ്റെ, ഞാൻ ഈ പറഞ്ഞ വിശേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെയാണ്. അഗാധമായിട്ടുള്ള പ്രണയമാണ്. കോമൺ സെൻസോടെ ചിന്തിച്ചു കഴിഞ്ഞാൽ, ലോജിക്കലായിട്ട് കാര്യങ്ങൾ കണക്ട് ചെയ്ത് വിശകലനം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാൾക്ക് പോലും കൂടെ നിൽക്കാനായിട്ടോ നിലപാട് അനുകൂലമാക്കാനായിട്ടോ തോന്നാത്ത ആളുകൾക്ക് വേണ്ടി പുരുഷനാണ് എന്നുള്ളത് കൊണ്ട് ഒരു കൂട്ടം ആളുകൾ അയാൾക്ക് എന്തോ നഷ്ടപ്പെടുന്നു എന്നുള്ള വേദന കൊണ്ട് വലിയ സമരങ്ങൾക്ക്, നിരാഹാരങ്ങൾക്ക് ഇറങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ആഘോഷങ്ങൾക്ക്, മിഠായി വിതരണത്തിനും ഇറങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഞാൻ മുന്നേ വിശേഷിപ്പിച്ച ആ ഒരു പ്രണയം കൊണ്ടാണ്. ആ ഒരു പ്രണയം മൂക്കുന്നത് കൊണ്ടാണ് ഒരു നീതി നിഷേധം ഉണ്ടായിട്ടും ആ ഒരു നീതി നിഷേധത്തിനെതിരെയുള്ള ക്യാമ്പയിനുകളെ ദേഷ്യത്തോടെ ആളുകൾ നോക്കിക്കാണുന്നത്. അത്തരത്തിലുള്ള ആളുകൾ ഈ ഒരു സമൂഹത്തിൻ്റെ ഒരു ശാപം തന്നെയാണ്. ഇനിയിപ്പോൾ ഇന്നത്തെ കേസിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരാൾ കുറ്റവിമുക്തനായിരിക്കുന്നു, ഒരാൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇവിടെ ചർച്ചകളൊന്നും കാണാൻ സാധിക്കുന്നില്ല. അതിൻ്റെ വിഷമ പ്രകടനങ്ങളും അധികം ഇടങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള വിഷമ പ്രകടനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടിയും ഇവിടെയില്ല. മാധ്യമപ്രവർത്തകർ കയ്യേറ്റം ചെയ്യപ്പെടുന്നു, അവർ ചോദ്യങ്ങൾക്ക് ഇരയാകുന്നു. സാധാരണ അവരാണ് ആളുകളെ ചോദ്യം ചെയ്ത് വെറുപ്പിക്കാറുള്ളത്. എന്നാൽ കോടതിക്ക് പുറത്ത് റിപ്പോർട്ടറിൻ്റെ ഒരു മാധ്യമപ്രവർത്തകനെ ആളുകൾ ചോദ്യശരങ്ങൾ കൊണ്ട് നേരിട്ടതും അയാൾ മറുപടി പറയുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അവൾക്കൊപ്പമാണ്. ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്കാണ്, ഒരു മാറ്റമില്ല. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി, ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്കൊപ്പമാണ്. ഞങ്ങൾ എന്നും അങ്ങനെ തന്നെയാണ്. ആ നിലപാട് ഒരു മാറ്റമില്ല. അത് വൈടുക്ക് ആ നിലപാട് കാണിച്ചേ അവന്മാരെ, വൈടുക്ക് അവന്മാരെ നമ്മൾ ഒരു മാറ്റമില്ല ഇതിനകത്ത്. നിങ്ങൾ പോയിക്കും. ഞങ്ങൾ കൃത്യമായി ന്യായത്തിന്റെ ഒപ്പം നിന്നോളൂ. ഇനിയും നിന്നോളൂ. ന്യായത്തിന്റെ ഒപ്പം ഇനിയും നിൽക്കും. ന്യായത്തിന്റെ ഒപ്പം നിൽക്കും. ഞങ്ങൾ ഇനിയും ഇതേപോലെ തന്നെ ചെയ്യും. നീതിക്കൊപ്പം നിൽക്കും. നിങ്ങളെ മുന്നിൽ പറയേണ്ട ആവശ്യമില്ല. നീതിക്കൊപ്പം ഞങ്ങൾ നിൽക്കും. നീതിക്കൊപ്പം നിൽക്കും. ഇനിയും അവൾക്കൊപ്പമാണ്. ഒരു മാറ്റമില്ല. ഇനിയും അവൾക്കൊപ്പമാണ്. അതിലൊരു മാറ്റമില്ല. ഇനിയും അവൾക്കൊപ്പമാണ്. ഒരു മാറ്റമില്ല.
ഇനിയും അവൾക്കൊപ്പമാണ്. ഇനിയും അവൾക്കൊപ്പമാണ്. ഇനിയും അവൾക്കൊപ്പമാണ്. ഇനിയും അവൾക്കൊപ്പമാണ്. ഇനിയും അവൾക്കൊപ്പമാണ്. ഇനിയും ഇവിടെ കൊണ്ട് കോടതി തീരില്ല. ഇനിയും കോടതിയുണ്ട്. ഇനിയും അവൾക്കൊപ്പമാണ്. ഇനിയും അവൾക്കൊപ്പമാണ്. ഒരു മാറ്റമില്ല. ഇനിയും അവൾക്കൊപ്പമാണ്. ഇനിയും ഉണ്ടാവും. ഇതോടൊന്നും പേടിക്കില്ലെന്നേ. ഇനി ആയിക്കോ. അവിടെ കിടന്ന് മെഴുകുന്ന കലിപ്പൻ്റെ കാന്താരികളെ പോലുള്ള ചിലവന്മാരെ കണ്ടില്ലേ? അവന്മാരാണ് നമ്മൾ പെട്രിയാർക്കൽ ഗെയ്സ് എന്ന് പറയുന്ന വിശേഷണം കൊണ്ട് അർത്ഥമാക്കുന്നത്. അഗാധമായിട്ടുള്ള പ്രണയമാണ്. ഒരു നീതി നിഷേധം നടന്നിരിക്കുകയാണ്. ഒരു സാധാരണ കേസല്ല, ഒരു സാധാരണ അതിക്രമമല്ല, അസാധാരണമായിട്ടുള്ള സംഭവമാണ്. 100ഓളം സാക്ഷി വിചാരണകൾ, അതിൽ 28ഓളം ആളുകൾ കൂറുമാറി മൊഴി മാറ്റി പറഞ്ഞു. 2 പ്രോസിക്യൂട്ടേഴ്സ് കേസിൽ നിന്ന് പിന്മാറി. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വളരെ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ടേക്ക് പോയ ഒരു കേസിൽ നിന്ന് വെറും ഒരാൾ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് തെളിയിക്കാനായിട്ട് പ്രോസിക്യൂഷന് പറ്റാത്തതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോന്നു. അയാൾ സമ്പൂർണ്ണമായിട്ടും ഒരു നിരപരാധിയാണ്. അയാളെ ഈ ഒരു കാലഘട്ടത്തോളം പ്രതിപ്പട്ടികയിൽ ആഡ് ചെയ്തതിനും അയാളെ വിചാരണ ചെയ്തതിനും അയാളോട് മാപ്പ് പറയുമോ, അയാൾ ഭയങ്കര ഇന്നസെൻ്റ് ആണ് എന്നൊന്നും ഒരിടത്തും കേട്ടിട്ടില്ല. തെളിയിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പൾസർ സുനി എന്ന് പറയുന്ന ഒരുത്തന് പെട്ടെന്നൊരു ദിവസം ബോധോദയം ഉണ്ടായി. അദ്ദേഹം മലയാളത്തിലെ ഒരു പ്രമുഖ നടിക്കെതിരെ ആക്രമണം നടത്താൻ വേണ്ടി അന്ന് രാവിലെ കുറേയധികം ആളുകളെ കൂടെ കൂട്ടി പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്തു എന്ന് വിശ്വസിക്കാനായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഒരു ആശയക്കുഴപ്പമുണ്ടാവുകയും അതൊരു ചോദ്യമായി മാറുകയും ആ ഒരു ചോദ്യത്തിന് ഉത്തരം തെളിവുകളിലൂടെയാണ് ഒരാളിലേക്ക് കൃത്യമായി എത്തുന്നത്. തെളിയിക്കാൻ പറ്റിയില്ല. ഗൂഢാലോചന തെളിയിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ്. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ ചില ആളുകൾക്ക് അഭിനന്ദനങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ഒരാൾ കുറ്റവിമുക്തനാവുന്ന സമയത്ത് ആഘോഷങ്ങൾ, അഭിനന്ദനങ്ങൾ കൊണ്ട് അയാളെ മൂടുന്നതിനോടൊപ്പം അയാളെ ആ ഒരു കുറ്റവിമുക്തനാക്കുന്ന രീതിയിലേക്ക് പ്രവർത്തിച്ച ചില ആളുകളെ, കൂറുമാറ്റക്കാരെയൊക്കെ ഒന്ന് അഭിനന്ദിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആളുകളെ നമ്മളിങ്ങനെ 1 by 1 ആയിട്ട് പറയുകയാണ്. അതിലൊന്നാമത്തേത് ബാമയും സിദ്ദിഖുമാണ്. പോലീസിന് നൽകിയ മൊഴി: കാവ്യയുമായുള്ള ബന്ധം മഞ്ജുവിനെ അറിയിച്ചതിൽ അതിജീവിതയോട് ദിലീപിന് ദേഷ്യമുണ്ടായി. അതിജീവിതയെ ദിലീപ് പരസ്യമായി ഭീഷണിപ്പെടുത്തി. തീ കൊളുത്തിക്കളയും എന്ന് ഭീഷണി. എന്നാൽ വിചാരണ വേളയിൽ ഇവർ പറയുന്നു, ഒന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിയില്ല. കൂറുമാറിയ 2 ആളുകളാണ്. ഇങ്ങനെയുള്ള അസാധാരണമായിട്ടുള്ള കൂറുമാറ്റങ്ങൾ ഈ ഒരു കേസിനുടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമതായിട്ട് മൊഴി മാറ്റിയ താരം ബിന്ദു പണിക്കർ. പോലീസിന് നൽകിയ മൊഴി: അതിജീവിതയും ദിലീപും തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിയാമായിരുന്നു. അതിജീവിതയിൽ നിന്നും കാവ്യയിൽ നിന്നുമാണ് ഇക്കാര്യം അറിഞ്ഞത്. എന്നാൽ വിചാരണ വേളയിൽ ബിന്ദു പണിക്കർ പറഞ്ഞ എന്താണ്? ഒന്നും അറിയില്ല. നാലാമതായിട്ട് മൊഴി മാറ്റിയ പ്രമുഖനാരാണ്? ഇടവേള ബാബു. പോലീസിന് നൽകിയ മൊഴി: ദിലീപ് തന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു, ഉപദ്രവിക്കുന്നുവെന്ന് അതിജീവിത പരാതിപ്പെട്ടു. അമ്മ ജനറൽ സെക്രട്ടറി ആയിരിക്കെ വിഷയത്തിൽ ദിലീപുമായി സംസാരിച്ചു, അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ വിചാരണ വേളയിൽ ഇടവേള ബാബു എന്തു പറഞ്ഞു? നടിയുടെ പരാതിയെപ്പറ്റി അറിയില്ല, പോലീസിന് അങ്ങനെ ഒരു മൊഴി നൽകിയിട്ടില്ല. ഇനി പിന്നീട് മൊഴി മാറ്റിയ മറ്റു പ്രമുഖ ആരാണ്? കാവ്യ മാധവൻ. പോലീസിന് നൽകിയ മൊഴി ഇങ്ങനെയാണ്: അതിജീവിത തന്റെയും ദിലീപിന്റെയും ഫോട്ടോ എടുത്ത് മഞ്ജുവിന് അയച്ചു കൊടുത്തു. അതിന്റെ പേരിൽ ദിലീപ് പ്രകോപിതനായി. എന്നാൽ വിചാരണ വേളയിൽ മൊഴിയിൽ നിന്ന് ഈ നടി പിന്മാറി. ഇങ്ങനെയുള്ള അസാധാരണമായിട്ടുള്ള കൂറുമാറ്റങ്ങൾ നമുക്ക് ഈ ഒരു കേസിൽ കാണാനായിട്ട് സാധിക്കും. ഇനി കൂറുമാറിയ മറ്റ് പ്രധാനികളെ കുറിച്ചിട്ട് പറയുമ്പോൾ ഡോക്ടർ ഹൈദർ അലി ആൻഡ് സഹോദരൻ സലിം, ആലുവ അൻവർ മെമ്മോറിയൽ ആശുപത്രി. സംഭവ ദിവസം ദിലീപ് ആശുപത്രിയിലായിരുന്നു എന്ന തരത്തിൽ രേഖകൾ തയ്യാറാക്കി നൽകി. രേഖകൾ വ്യാജമാണെന്ന് അവിടുത്തെ നേഴ്സിന്റെ മൊഴി. ഡോക്ടർ ഹൈദർ അലിയും സലീമും ഇത് നിഷേധിച്ചു. രണ്ടാമത്തെ ആൾ സാഗർ വിൻസെന്റ്, കാവ്യയുടെ വസ്ത്രശാല ലക്ഷ്യയിലെ ജീവനക്കാരൻ. ഫെബ്രുവരി 22-ന് പൾസർ സുനി ലക്ഷ്യയിലെത്തി ഒരു പൊതി കൈമാറിയെന്ന് ആദ്യ മൊഴി. പിന്നീട് ആ ഒരു മൊഴി മാറ്റി പറയുന്നു. മൂന്നാമത് മിഥുൻ ആൻഡ് റിയ, കാവ്യയുടെ സഹോദരനും ഭാര്യയും, ലക്ഷ്യയുടെ സഹ ഉടമകൾ. സുനി സ്ഥാപനത്തിൽ വന്നത് ഇവരും സ്ഥിരീകരിച്ചിരുന്നു. പിന്നീട് മൊഴി മാറ്റി. നാലാമത് ഷേർലി അജിത്ത്, ആലപ്പുഴ അർക്കേഡിയ ഹോട്ടലിൽ ജീവനക്കാരി. സൗണ്ട് തോമസ് സിനിമ ചിത്രീകരണത്തിന് ദിലീപ് താമസിച്ചിരുന്നത് അർക്കേഡിയയിൽ. ഈ ദിവസം സുനിയും ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്ന് ഷേർലിയുടെ ആദ്യ മൊഴി. ആ ഒരു മൊഴി മാറ്റി. 5 ഷൈൻ പ്രൊഡക്ഷൻ മാനേജർ, ദിലീപിനെയും പൾസർ സുനിയെയും ഒരുമിച്ച് കണ്ടെന്നുള്ള മൊഴി പിന്നീട് തള്ളി. 6 രഞ്ജിത്ത്, നിർമ്മാതാവ്, 2013-ലെ മഴവിൽ അഴകിൽ അമ്മ പരിപാടിയുടെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ്. പരിപാടിയുടെ റിഹേഴ്സൽ നടന്നത് അബാദ് പ്ലാസ ഹോട്ടലിൽ. ദിലീപും സുനിയും ഗൂഢാലോചന നടത്തിയത് ഇവിടെയെന്ന് പ്രോസിക്യൂഷൻ. ദിലീപ് ഇവിടെ താമസിച്ചിരുന്നത് സമ്മതിച്ച രഞ്ജിത്ത് പിന്നീട് നിഷേധിച്ചു. ഇനി മൊഴി മാറ്റിയ മറ്റുള്ളവർ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാധവൻ, കാവ്യയുടെ അച്ഛൻ, നാദൃഷ സംവിധായകൻ, അനൂപ് ദിലീപിന്റെ സഹോദരൻ, ദാസൻ ദിലീപിന്റെ വീട്ടിലെ സെക്യൂരിറ്റി, ഉല്ലാസ് ബാബു തൃശ്ശൂരിലെ BJP നേതാവ്. ഇങ്ങനെയുള്ള ഒത്തിരിയധികം ആളുകളുടെ മൊഴിയൊക്കെ മാറിയ സാഹചര്യത്തിൽ കേസിലുള്ള ഗൂഢാലോചന ബലപ്പെടുത്തുന്ന കാര്യത്തിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെടുക സ്വാഭാവികമാണ്. ഇതൊരു അസാധാരണമായിട്ടുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോയിട്ടുള്ള ഒരു കേസാണ്. അതിജീവിത തന്നെ പലപ്പോഴും ഈ ഒരു കേസിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ അതൃപ്തി മേൽക്കോടതികളെ അറിയിച്ചതായിട്ട് നമ്മൾ വാർത്തകളിൽ കണ്ടതാണ്, കേട്ടതാണ്.
അതേപോലെ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട ആ ഒരു കാര്യത്തിലൊന്നും ഒരു തീരുമാനവുമായിട്ടില്ല. തെളിവുകൾ നശിപ്പിച്ചു എന്നുള്ള ആരോപണം ഈ ഒരു കേസിൻ്റെ നാൾവഴികളിൽ ഉടനീളം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒത്തിരിയധികം ആളുകളുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ള ഒരു കേസാണ്. ഈ ഒരു കേസിൽ ഒരാൾ കുറ്റവിമുക്തനാവുന്നു. ഈ ഒരു കേസിൽ ഒരു ഗൂഢാലോചനയുമില്ല. ഒരു കൂട്ടം ആളുകൾ എവിടെ നിന്നോ ഒന്നിച്ച് വന്ന് ഒരു ക്രൈം നടത്തിയിട്ട് പോകുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ വിശ്വസിക്കണമെന്ന് ഒരു കൂട്ടം ആളുകൾ PR എടുത്തിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും വിശ്വസിക്കാനായിട്ട് കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ശക്തമായിട്ടുള്ള ഒരു PR പരിപാടി പുറത്ത് നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഏതൊരു ഡിസ്കഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു വാർത്ത വരുന്ന സമയത്ത് ആദ്യത്തെ മണിക്കൂറിൽ പലപ്പോഴും ലോജിക്കലായിട്ട് കോമൺ സെൻസോടെ ചിന്തിക്കുന്ന ആളുകളുടെ കമൻറ്റുകൾ കാണാമെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരേ സ്വഭാവത്തിലുള്ള ഒരു കൂട്ടം കമൻറ്റുകൾ വന്നങ്ങോട്ട് നിറയുകയാണ്. ഇനി ഈ ഒരു കേസിനെ കുറിച്ചിട്ട് തീരെ ഓർമ്മയില്ലാത്ത ആളുകൾ ഒന്നുകൂടെ ജസ്റ്റ് ആ ഒരു കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കുന്നത് നന്നായിരിക്കും. 2017 ഈ ഒരു കേസ് നടക്കുന്നത്. ഈ ഒരു കേസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ആദ്യം തന്നെ പൾസർ സുനിയെ കുറിച്ച് പറയേണ്ടതുണ്ട്. സിനിമയിലെ പല പ്രമുഖർക്ക് വേണ്ടിയും ഡ്രൈവർ ജോലികൾ ചെയ്തിട്ടുണ്ട് ഇയാൾ. താൽക്കാലികമായിട്ട് സ്ഥിരമായിട്ട് ഇയാൾ ആരുടെയും ഡ്രൈവർ ആയിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ആക്രമിക്കപ്പെട്ട നടിക്ക് വേണ്ടിയും ഇയാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്രൈമിന് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഏതൊരു കോമൺ സെൻസ് ഉള്ള ആൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇതിനൊരു മാസ്റ്റർ ബ്രെയിൻ ഇല്ല, ഇതിന് ഫണ്ട് ചെയ്തിട്ടുള്ള ഒരു ആളില്ല. പൾസർ സുനി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എന്തോ ഒരു തോന്നലിൽ ചെയ്തതാണ് എന്ന് വിശ്വസിക്കാനായിട്ട് പറ്റാത്തതാണ് നമ്മുടെ കോമൺ സെൻസ്. ആ ഒരു പ്ലാനിങ്ങിൽ പൾസർ സുനി ഈ ഒരു ഷൂട്ടിംഗ് സ്കെഡ്യൂളും അതേപോലെ തന്നെ ആക്രമിക്കപ്പെട്ട നടിയുടെ ട്രാവൽ റൂട്ട്സും ഒക്കെ മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെ തന്നെ 17 ഫെബ്രുവരി 2017 തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് ഫിലിം ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു യാത്ര ഉണ്ട് എന്നുള്ളതും ഇയാൾ പല ആളുകളിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. അതേപോലെ ചില അസോസിയേറ്റുകളുമായിട്ട് ഇയാൾ സംസാരിച്ചതായിട്ടും അതേപോലെ പണം കളക്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ വാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ആക്രമണത്തിലെ മണി ഇൻവോൾവ്മെൻറ്റ് വലിയ ചോദ്യചിഹ്നമായിട്ടുള്ളൊരു സംഗതിയാണ്. പൾസർ സുനി ഇത്രയധികം ആളുകളുടെ ഒരു ടീമൊക്കെ ഫോം ചെയ്ത് ഈ ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എങ്ങനെയാണ് പണം സ്വരൂപിച്ചത്? ആര് കൊടുത്തു? ഇതിനുശേഷവും പൾസർ സുനിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പണമൊക്കെ ആരാണ് മുടക്കിയത്? ഇയാളുടെ അക്കൗണ്ടിൽ വന്ന കണക്കറ്റ ഒരു എമൗണ്ടിനെ കുറിച്ചിട്ടും ആ ഒരു എമൗണ്ടിന് വേണ്ടി അയാൾ അമ്മയുമായിട്ട് കോടതിയെ സമീപിച്ചതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വാർത്തകളിൽ നിന്ന് കേട്ടതാണ്. ആരാണ് പൾസർ സുനിക്ക് വേണ്ടി പൈസ ഇറക്കിയിട്ടുള്ള ആൾ? മുന്നേ മൊഴി മാറ്റിയിട്ടുള്ള ആളുകളുടെ ചില മൊഴികളിൽ നിന്ന് ഈ പൾസർ സുനിയുമായിട്ടുള്ള ഒരു സൗഹൃദത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ടീം ഫോർമേഷൻ ഉണ്ട്. ഇയാൾ ഈ ഒരു ക്രൈം ചെയ്ത് ഒറ്റയ്ക്കല്ല എന്നുള്ളത് നമുക്കറിയാം. ആ ഒരു ടീമിൽ സുനി നേരിട്ട് റിക്രൂട്ട് ചെയ്തു എന്ന് പറയുന്ന 5 ആളുകളുണ്ട്. ഇനി ഈ ഒരു ക്രൈം അവർ എക്സിക്യൂട്ട് ചെയ്തത് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഇല്ലാതാണോ? വെറുതെ പൾസർ സുനിക്ക് തോന്നിയപ്പോൾ എന്തോ ചെയ്തതുപോലെയാണോ അതിൻ്റെ ഒരു എക്സിക്യൂഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ആദ്യം തന്നെ ഇവർ ആ ഒരു കാറിനെ മറ്റൊരു ട്രാവലർ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്ലാനിങ് ഉണ്ടാവുകയും അത് കൃത്യമായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം നടി സഞ്ചരിച്ചിരുന്ന ആ ഒരു കാർ ഹൈജാക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡ്രൈവറായിരുന്നു മാർട്ടിൻ എന്ന് പറയുന്ന ഒരാൾ. ഈ ഹൈജാക്ക് ചെയ്ത കാറിൽ പിന്നീട് കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ടാക്കിയതിന് ശേഷം നടിയെ ഭീഷണിപ്പെടുത്തുന്നു. നഗ്ന വീഡിയോ പകർത്തണം, അത് തനിക്ക് കിട്ടിയ ഒരു ടാസ്ക്കാണ്, ഒരു കൊട്ടേഷനാണ് എന്നുള്ള രീതിയിൽ പറയുന്നു. സഹകരിക്കണമെന്ന് പറയുന്നു. അതിനോട് സഹകരിക്കാതെ അതിനെ പ്രതിരോധിച്ച നടിയെ പിന്നീട് ആക്രമിക്കുകയും വീഡിയോ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ട് ഈ ഒരു കേസിൽ ഉണ്ടായിരുന്നത്. ഇതിനുശേഷം പൾസർ സുനി എസ്കേപ്പ് ചെയ്യുന്നു. നടിയുമായിട്ട് ഈ ഒരു ഡ്രൈവർ ലാൽ മീഡിയയിലെ ലാലിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു എന്നുള്ളതാണ് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഈ ഒരു കേസിൽ മറ്റൊരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ടായിരുന്നില്ല. പൾസർ സുനി ഒറ്റയ്ക്ക് ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ ഒരു കേസിൽ കൃത്യമായിട്ടുള്ള പക പൾസർ സുനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആർക്കും ഈ ഒരു നടിയോട് ഒരു ദേഷ്യം ഉണ്ടായിരുന്നില്ല. പൾസറിന് തോന്നിയ ഒരു തോന്നലിൽ ഒരു ടീമൊക്കെ ഫോം ചെയ്ത് ഈ ഒരു ക്രൈം എക്സിക്യൂട്ട് ചെയ്തു എന്നൊക്കെ വിശ്വസിക്കാനായിട്ട് കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ചില സാക്ഷി മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ചില ആളുകളുടെ വെളിപ്പെടുത്തലിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരാളെ സംശയം തോന്നുകയും പോലീസിന് ആ ഒരു സംശയം ബലപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പ്രതിപ്പട്ടികയിൽ ചേർക്കുകയൊക്കെ ചെയ്തത്. അതിനുശേഷം പ്രോസിക്യൂഷൻ ഗൂഢാലോചന തെളിയിക്കുന്നതിൽ പരാജയപ്പെടുന്ന സമയത്ത് പുറത്തുള്ള വലിയ ആഘോഷങ്ങളൊക്കെ കണ്ട് അയ്യോ ഞങ്ങൾ വിചാരിച്ചതൊക്കെ അങ്ങോട്ട് മാറ്റി ചിന്തിച്ചേക്കാം എന്ന് വിചാരിക്കാനായിട്ട് മടിയുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്. ഇന്ത്യയിലെ പരമോന്നത കോടതി ഇയാൾ കംപ്ലീറ്റ്ലി നിരപരാധിയാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അങ്ങനെ നിരപരാധിയാണ് എന്ന് പറയിപ്പിക്കേണ്ട ബാധ്യതയൊക്കെ അയാളിൽ ഭരമേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാം. പേഴ്സണലി അതിനുശേഷം ആ ഒരു ആഘോഷങ്ങളൊക്കെ കണ്ടിട്ട് സന്തോഷിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്കോ നിങ്ങൾക്കോ പൾസർ സുനിയെ പോലുള്ളൊരു സുഹൃത്ത് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഞാനോ നിങ്ങളോ ഇങ്ങനെ ഒത്തിരിയധികം ആളുകളുടെ മൊഴികളിൽ നിന്ന് കുറ്റം ആരോപിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മൾ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി ആളുകളോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വേണ്ടി പരമോന്നത കോടതി വരെ പോവുക എന്നുള്ളത്. ആ ഒരു സമയമൊക്കെ എടുക്കണം. ആ ഒരു സമയമൊക്കെ എടുത്തിട്ട്
തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ പരമോന്നത കോടതി ഇയാൾ നിരപരാധിയാണ്, നിരുപാധികം നിങ്ങളെല്ലാം ഇയാളോട് മാപ്പ് പറയണം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മാപ്പിനെ കുറിച്ചിട്ടൊക്കെ ആലോചിക്കാം. നമുക്ക് അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനൊക്കെ ഒരു പൗസ് കൊടുക്കാം. എന്നാലും നീതി കിട്ടാത്ത കാര്യത്തെക്കുറിച്ചിട്ട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.